നിങ്ങൾ ഈ വീഡിയോയിൽ എൻ്റെ പുറകിൽ കാണുന്നതാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇതിനെ ഭൂമിയിലെ സ്വർഗം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെയാണ്. ഞാൻ സെപ്റ്റംബർ ലാസ്റ്റാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് പൂക്കളൊക്കെ കുറവാണ്. ഉള്ള പൂക്കളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇവിടെ പ്രധാനമായിട്ടും പൂക്കൾ മാത്രമല്ല ഉള്ളത്, അപൂർവങ്ങളായ ചിത്രശലഭങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ വിവിധയിനം പക്ഷികളെ കാണുവാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ദൂരെ മലഞ്ചെരുവിൽ നമുക്ക് വന്യജീവികളെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. കൂടാതെ ഇവിടുത്തെ പ്രധാന നിയമം എന്ന് പറയുന്നത് പൂക്കളൊന്നും പറിക്കാൻ പാടില്ല, ചെടികളൊന്നും നശിപ്പിക്കരുത്, പിന്നെ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ഉപേക്ഷിക്കരുത്. നമ്മൾ കാണുന്ന സൗന്ദര്യം വരും തലമുറകൾക്കും കാണുവാൻ കഴിയണം എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട പൂക്കൾ എന്ന് പറയുന്നത് ഹിമാലയൻ ബ്ലൂ പോപ്പി, പ്രിംറോസ്, അനിമോൺ, ജെറാനിയം, കോബ്ര ലില്ലി എന്നിങ്ങനെ അപൂർവങ്ങളായ ഒരുപാട് പൂക്കൾ ഇവിടെയുണ്ട്. അവിടെ കണ്ട ഒരു ടൈപ്പ് കായാണ്, നമ്മുടെ നാട്ടിലെ ഞാറയ്ക്ക പോലെ ഇരിക്കും. എന്തോന്നറിയത്തില്ല, വിഷക്കായ എന്തോ ആണ്, അറിയില്ല എന്താണെന്ന്. ഈ പൂക്കളൊക്കെ ഏകദേശം വാടാൻ തുടങ്ങി. കുറച്ചുകൂടെ ഒരു മാസം മുന്നേ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ വളരെ ഭംഗിയോടുകൂടി നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. ഇതൊന്നും കുഴപ്പമില്ല, നന്നായിട്ടാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വാലി ഓഫ് ഫ്ലവേഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഉൾപ്പെടുത്തണം. ഇത് ഒരു ട്രക്കിംഗ് മാത്രമല്ല നമുക്ക് തരുന്നത്, പ്രകൃതിയുടെ സൗന്ദര്യവും സമാധാനവും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു യാത്രയാണ്. ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും കുറച്ച് സമയത്തേക്കെങ്കിലും ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് പ്രകൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് നൽകും. നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ചുമയും പിടിച്ചു. ഈ മല കയറി വന്നതല്ലേ, നല്ല തണുപ്പാണ്. ഇപ്പം നമ്മൾ ഏകദേശം 13,000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ മൂന്നാറെന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം 3,000 അടിയേ ഉള്ളൂ. ഇത് 13,000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുകൊണ്ടോ നേരത്തെ പൂക്കളുണ്ടായിരുന്നത് ഇതെല്ലാം കരിഞ്ഞു പോയി. മഞ്ഞിൻ്റെ ഇതുകൊണ്ടാണ് ഇതെല്ലാം കരിഞ്ഞു പോയത്. ജൂലൈ മാസമാണ് ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് സംതൃപ്തി അടഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ വഴി കൂടെ മുന്നോട്ട് വീണ്ടും നമ്മൾ നടന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് കാണാം. നിങ്ങളുണ്ടോ അങ്ങേയറ്റം, അവിടെ എത്താൻ സാധിക്കും. അവിടെ നിന്നാണ് ഈ പുഷ്പാവതി നദി ഉത്ഭവിക്കുന്നത്. അതിൻ്റെ ഒറിജിൻ അവിടെയാണ്. അത് മഞ്ഞുരുകി വരുന്നതാണ്, മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്നതാണ്. ഇതുകൊണ്ട് ഈ ചെടികൾ കുറേ ഉണ്ട്, ഈ പൂക്കൾ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് വീഡിയോ കാണുന്നതല്ല, നേരിട്ട് കാണാൻ വളരെ ഭംഗിയാണ്. ഇത് കാണാൻ നേരിട്ട്. എൻ്റെ ഒരു പഴയ ഫോണിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമാണ്, നല്ല രസമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഒന്നും ഇല്ല, ബാഹ്യ ലോകമായിട്ട് നമുക്കൊരു ബന്ധമില്ല ഇവിടെ. ഇതാണെന്ന് ബ്ലൂ പോപ്പി അല്ലല്ലോ, ഇതല്ല ബ്ലൂ പോപ്പി. ബ്ലൂ പോപ്പി ഞാൻ കാണിക്കാം. ഇതാണ് ബ്ലൂ പോപ്പി, ഹിമാലയൻ ബ്ലൂ പോപ്പിയാണിത്. ഉണ്ടായി നിൽക്കുന്നത്. ഇത് ജൂലൈ മാസത്തിൽ ഒരുപാടുണ്ട് ബ്ലൂ പോപ്പി, ഒരുപാട് വിരിയും ഇവിടെ. പിന്നെ ബ്രഹ്മകമലമുണ്ട്, അതും വളരെ മനോഹരം. വീണ്ടും കുറേ മഞ്ഞപ്പൂക്കൾ നിൽപ്പുണ്ട്. ഏത് പൂവാണെന്നറിയില്ല. വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ എൻട്രൻസിൽ ഫ്ലവേഴ്സിനെ കുറിച്ചുള്ള ഗൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് അത്ര പോയില്ല. അല്ലാതെ ഞാനത് നോക്കിയിട്ട് വരുള്ളായിരുന്നു. ഇതും നല്ല രസമാണ് കാണാൻ. ഇതും വേറെ ടൈപ്പ് പൂവാണ്, കുറേ ഉണ്ട്. ഇത് നമ്മൾ മുമ്പേ കണ്ട നല്ല ഞാറയ്ക്ക പോലത്തെ ഒരു ടൈപ്പ് കായാണത്. എന്താണെന്നറിയില്ല. ഇതിങ്ങനെ പാറയുടെ സൈഡിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഉണ്ടായി കിടക്കുന്ന ഒരു പൂവാണ്. കോഴിവാലം പൂ പോലെ ഒരു പൂവാണെന്ന് തോന്നുന്നു. ഇത് വേറെ ടൈപ്പ്. ഇതെന്താണ്, ഇതിൻ്റെ എല്ലാം പൊഴിഞ്ഞു പോയി എല്ലാം. പിന്നെ പൂക്കളെല്ലാം പോയി. ഇത് അരി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അല്ല, ഇത് വേറെ ടൈപ്പ്. അങ്ങനെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ നിൽപ്പുണ്ടായി. അങ്ങനെ ഈ പൂക്കളെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ നിന്ന് തിരിച്ച് നടക്കാൻ പോവാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് താഴെ ഇറങ്ങിച്ചെല്ലാം. കാരണം ഇറക്കമാണ്, അതായിട്ട് ഇറക്കമായതുകൊണ്ട് നടന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പോകുന്നവർ തിരിച്ചിറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതിലേക്ക് ഒരുപാട് പൂക്കൾ നിൽപ്പുണ്ട്. മുമ്പേ കണ്ടാക്കിയാന്ന് തോന്നുന്നു. യാത്ര ഇഷ്ടപ്പെടുന്ന ഏതൊരാളും തീർച്ചയായും വാലി ഓഫ്
ഫ്ലവേഴ്സ് സന്ദർശിച്ചിരിക്കണം. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും.